ഹരിയാന വളരെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നതാണ്. കാരണം വിനേഷ് ഫോഗട്ട് അടക്കമുള്ള ആളുകളുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് എങ്ങനെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? കർഷക സമരങ്ങൾ ബി.ജെ.പിക്ക് എങ്ങനെ പ്രതികൂലമായി ബാധിക്കും? വലിയ തോതിൽ ഈ കഴിഞ്ഞ സംഭവ വികാസങ്ങളുടെ ഒക്കെ പ്രതിഫലനം ഒരുപക്ഷെ കൃത്യമായി പ്രകടമാകുന്ന ഫലമായിരിക്കും ഹരിയാനയിലേത് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ എല്ലാ സർവേ ഫലങ്ങളും ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. നമുക്ക് ബാലു സ്ക്രീനിൽ കാണുന്നുണ്ട് ഹരിയാനയിലെ ചിത്രം എന്താണ് എന്ന്. ഹരിയാനയിൽ മറ്റെന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു ബി.ജെ.പിയും കോൺഗ്രസും എന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും കരുതാൻ കഴിയുന്നതായിരുന്നില്ല. ഹരിയാനയിലെ ചിത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തുടങ്ങിയതാണല്ലോ അവിടുത്തെ ചിത്രം എന്താണ് എന്നത് നമ്മൾ ആകെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വരുന്ന സർവേകൾക്കെല്ലാം ഒരു പൊതുവായ ട്രെൻഡ് ഉണ്ടോ? ജെ.ജെ.പിക്കും എ.എ.പിക്കും ഒന്നും ഒരു ഇഞ്ച് അനങ്ങാൻ പോലും കഴിയാത്തൊരു ഫലമാണ് കാത്തിരിക്കുന്നത് എന്ന് വേണോ കരുതാൻ? ഒറ്റ കാര്യം, തുടക്കത്തിൽ കോൺഗ്രസ് വലിയ മുൻതൂക്കമായിരുന്നെങ്കിൽ ഈ അവസാന 2-3 ആഴ്ച കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന ചില വിലയിരുത്തലുകൾ കൂടി വന്നിരുന്നു. രതീഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹരിയാനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള 5 സർവേ ഫലങ്ങളും കോൺഗ്രസിന് വ്യക്തമായൊരു മേൽക്കൈ, അതായത് കേവല ഭൂരിപക്ഷം കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുമെന്ന് എന്ന പ്രവചനമാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ഫലങ്ങൾ ശരിയാണെങ്കിൽ, അതെങ്കിൽ യാഥാർത്ഥ്യമായി വരികയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം ഹരിയാനയിൽ കോൺഗ്രസ് ഭരണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഹൂഡ ഭരണം തിരിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഫലങ്ങളുടെ ഒരു പൊതു സ്വഭാവം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഏതാണ്ട് 50 സീറ്റിന് മുകളിൽ ഈ ഹരിയാനയിൽ ഒറ്റയ്ക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 മുതൽ 64 സീറ്റാണ് പോൾ ഓഫ് ദ പോളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 22 മുതൽ 32 സീറ്റിൽ അവരുടെ പ്രതീക്ഷ, അല്ലെങ്കിൽ അവർ ഈ 32 സീറ്റ് വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട പാർട്ടികളായിരുന്നു ഇത്തവണ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. കോൺഗ്രസിനും ബി.ജെ.പിക്കും പുറമെ ആം ആദ്മി പാർട്ടി ശക്തമായ പ്രചരണം നടത്തിയിരുന്നു. തിഹാർ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഈ ഹരിയാനയിൽ വ്യാപകമായ തോതിൽ പ്രചരണം നടത്തിയിരുന്നു. അദ്ദേഹം 2 ദിവസം ഹരിയാനയിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ കിട്ടിയ ജെ.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നിരാശയാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ഏതായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഹരിയാനയിൽ 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ ഭരണം തിരികെ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഒരു സ്ലെൻഡർ മെജോറിറ്റിയിലല്ല, വ്യക്തമായ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഹരിയാനയിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ബസന്ത് കൂടിയുണ്ട്. ബസന്ത്, ഹരിയാനയിലേക്ക് വന്നാൽ അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഒരേ സ്വരം പോലെ ഈ സർവേകളൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ജെ.ജെ.പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ 10 സീറ്റുകളുമായി ഒരു കറുത്ത കുതിര അല്ലെങ്കിൽ വെളുത്ത കുതിര, എങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ തരത്തിലാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദുഷ്യന്ത് ചൗട്ടാലയുടെയും സംഘത്തിന്റെയും പ്രകടനം. അവർ പാടെ പിൻവാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ കർഷക സമരം തന്നെയാണോ? ആ കർഷക സമരത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് തന്നെയാണോ ഈ ജെ.ജെ.പി അടക്കമുള്ള ഘടകങ്ങളെ ഇല്ലാതാക്കി കോൺഗ്രസിനൊരു മേൽക്കൈ എവിടെ നൽകുന്നത്? രതീഷ്, ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അതായത് പ്രധാനമായും ഈ 10 കൊല്ലത്തെ തുടർച്ചയായിട്ടുള്ള ബി.ജെ.പി ഭരണം വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്നതായിരുന്നു കർഷക സമരം, അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം. മാത്രമല്ല കോൺഗ്രസ് വളരെ വിദഗ്ധമായി തന്നെ വിനേഷ് ഫോഗത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു വലിയൊരു രീതിയിലുള്ള പ്രചരണം കൂടി അഴിച്ചുവിട്ടതോടെ ബി.ജെ.പിക്ക് പിന്നാക്കം പോകേണ്ട ഒരു സാഹചര്യം വന്നു. മനോഹർലാൽ ഖട്ടറിനെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നാക്ക വിഭാഗത്തിൽ തന്നെ ഉള്ള സൈനിയിലെ നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു പരീക്ഷണത്തിലേക്ക് കൂടെ അവർ വരയുക പോലും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലും അവിടെ വിലപ്പോയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ ബി.ജെ.പി 5 കൊല്ലത്തെ ബി.ജെ.പിയുടെ വലിയ ഭരണം കഴിഞ്ഞിട്ട് തുടർച്ചയായ ഒരു 2ാം ഭരണത്തിലേക്ക് വരുമ്പോൾ 40 സീറ്റുകളിലേക്കാണ് ബി.ജെ.പി ചുരുങ്ങിയത്. 10 സീറ്റ് ലഭിച്ച ജെ.ജെ.പി മാത്രമാണ് അവർക്ക് പിന്തുണ നൽകാൻ തയ്യാറായത്. ആ ജെ.ജെ.പി ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നുള്ളൊരു കാഴ്ചയാണുള്ളത്. അതോടൊപ്പം തന്നെ INLD പോലുള്ളൊരു പാർട്ടി ഇല്ലാതാകുന്നു. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് വലിയ തോതിൽ അവിടെ ഹരിയാനയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റ് മാത്രമേ ലഭിക്കുന്നു എന്നുള്ളതാണ് ചില സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാൾ വലിയ തോതിൽ പ്രചരണം നടത്തിയ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷ പോലെ ഒരു വിജയം നേടാൻ കഴിയുന്നില്ല. മാത്രമല്ല ബി.ജെ.പി വിരുദ്ധ വോട്ടുകളെ ചിതറിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ പ്രചരണം പോകാനും
കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് BJPക്കെതിരെയുള്ള വികാരം അതിശക്തമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് ഹരിയാനയിലെ വോട്ടർമാർ പ്രകടമാക്കിയത്. അത് ആം ആദ്മിക്ക് പാർട്ടിക്ക് നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ JJPക്ക് നൽകിക്കൊണ്ടോ മറ്റൊരു തരത്തിലും ആ വോട്ട് ചിതറിപ്പോകരുത് എന്നുള്ള വളരെ വ്യക്തമായ കണക്കുകൂട്ടൽ തന്നെയാണ് ഹരിയാനയിലെ ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ സമീപകാല സംഭവ വികാസങ്ങളുടെ കൃത്യമായ പ്രതിഫലനം 8-ാം തീയതി നമുക്കറിയാം.